സ്റ്റാർ രാജൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കത്തി നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കത്തി നമ്മൾ ഏറ്റവും നല്ല കത്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വാളിൻ്റെ കത്തിയാണ് ഏറ്റവും നല്ല കത്തി. ഇത് നമ്മുടെ വീട്ടിലിരുന്ന കത്തിയാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു കത്തി നമ്മൾ നോക്കി മേടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്. നേരെ കടയിലോട്ട് പോകുന്നു, കുറെ കത്തികൾ കാണും. അപ്പോൾ നമ്മൾ വാളിന്റെ കത്തി തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ഒരു വെട്ട് കാണും. പക്ഷെ സത്യത്തിൽ ഈ വെട്ടുള്ളതെല്ലാം വാളിന്റെ കത്തിയല്ല. അതിന് ഒരു ഉദാഹരണം ഇപ്പൊ കാണിക്കാട്ടോ. നമുക്ക് ഇവിടെ ഒരു വെട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കത്തി നിങ്ങൾക്ക് കാണാലോ. അപ്പൊ ഇവിടെ കുറച്ച് ഇവിടെ വരെ വെട്ടുണ്ട്. അപ്പൊ ഇതിനിങ്ങോട്ട് വെട്ടില്ല. അപ്പൊ നമുക്ക് ഒരു കുറെ വെട്ട് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പൊ നിങ്ങളെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വളരെ നിസ്സാരമുള്ള ഒരു കാര്യമാണ്. പക്ഷെ 30 വർഷമായിട്ട് ഞാൻ വീടുകളിൽ പോയി ചെയ്യുന്ന ഈ ജോലിയിൽ എനിക്കും ഉണ്ടായ അനുഭവമാണ്. പക്ഷേ ഇത് ഒറിജിനൽ വാളാട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നുള്ളത്. ആദ്യം നമുക്ക് ഒരു വെട്ടുന്നുണ്ടോ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ വെട്ടില്ല, നമ്മൾ വെട്ടുണ്ടാക്കിയാണ്. കണ്ടു കാണാം. ഈ കത്തിയുടെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇതുപോലെ വാളിന്റെ വെട്ട് പോലെ വെട്ട് ഉണ്ടാക്കി ഇങ്ങനെ തകിടിന്റെ കത്തിയില്ലേ, ഈ തകിട് പീസാക്കി വരുന്ന കുറെ കത്തികളുണ്ട്. അപ്പൊ അവർ ഇവിടെ വാളാന്ന് അറിയിക്കാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ വെട്ട് ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കും. നമ്മൾ പോയി ആ കത്തി അങ്ങ് മേടിച്ചോണ്ട് വരും. പക്ഷെ നിസ്സാര ഒരു കടുക്കത്തി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10-20 വർഷം ഉപയോഗിക്കാം, നല്ല കത്തിയാണെങ്കിൽ. കാരണം ഈ കത്തി മേടിച്ചിട്ട് ഒരു 15 വർഷമായി നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വാളാണ്. ഇനി ഒരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ കടയിൽ പോയി നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ കത്തി ഇങ്ങനെ വളച്ച് നോക്കുക. വളച്ചു കഴിഞ്ഞാൽ കത്തി വന്ന് വളഞ്ഞ് നിൽക്കരുത്. അപ്പോൾ അത് ഒറിജിനൽ വാളാണ്. ശരിക്കും ഇങ്ങനെ വളച്ച് നോക്കുമ്പോൾ അറിയാം. അത് വളഞ്ഞ് നിൽക്കാതെ വീണ്ടും അത് നിവർന്ന് വരുവാണെങ്കിൽ അത് വാളാണ്. വളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുവാണെങ്കിൽ അത് തകിടാണ്. പക്ഷെ നമ്മൾ കടയിൽ പോയി കത്തി വളച്ച് നോക്കി ഒരിക്കലും നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. എന്നാലും കടക്കാരെ അറിയാതെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വളച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ വളച്ച് നോക്കുമ്പോൾ ഈ കത്തി വളഞ്ഞ് നിൽക്കുവാണെങ്കിൽ പയ്യെ നിവർത്തി വെച്ച് കടയിൽ കൊടുത്തേക്കുക. വളച്ചാൽ ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിവർന്ന് വരണം. അത് ഒറിജിനൽ വാളാണ്. അതിന് ഒരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ആക്ഷൻ ബ്ലേഡ് ആണ്. ഇത് സാധാരണ വാൾ കൊണ്ട്, നമ്മൾ തടിമില്ലിലെ വാൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ആക്ഷൻ ബ്ലേഡ്. ഈ ആക്ഷൻ ബ്ലേഡ് നിങ്ങൾ വളച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇങ്ങനെ ഒടിഞ്ഞു പോകും. മനസ്സിലായില്ലേ? പക്ഷെ വളഞ്ഞ് നിൽക്കത്തില്ല. അപ്പോൾ ഒറിജിനൽ വാള് എന്ന് പറയുന്ന കത്തി നിങ്ങൾ മേടിക്കുമ്പോൾ കടക്കാരറിയാതെ ഇങ്ങനെ വളച്ച് നോക്കുക. ഇങ്ങനെ വളഞ്ഞു നിന്നാൽ അത് വാളല്ല. അപ്പോൾ ഈ കാര്യം എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ 30 വർഷത്തെ അനുഭവം കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം. നമ്മുടെ ചെറിയൊരു ചാനലാണ് ഇത്, ഒത്തിരി പേര് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പണിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതിന് മറുപടി തരുന്നതാണ്. അടുത്ത തിങ്കളാഴ്ച പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.